ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62 അധ്യായം 1 മുതൽ 5 വാക്യം വരെയാണ് നമ്മൾ നോക്കുന്നത്. ദൈവത്തിന് പ്രിയമുള്ളത് നമുക്കും പ്രിയമുള്ളതായിരിക്കണം. ദൈവത്തിന് പ്രാധാന്യമുള്ളത് നമുക്കും പ്രാധാന്യമുള്ളതായിരിക്കണം. 1 വാക്യത്തിൽ പറയുന്ന, സിയോനെക്കുറിച്ച് ഞാൻ മിണ്ടാതിരിക്കുകയില്ല, യെരൂശലേമിനെക്കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയുമില്ല. അതിൻ്റെ നീതി പ്രകാശം പോലെയും അതിൻ്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുവോളം തന്നെ. സിയോൻ ദൈവത്തിൻ്റെ രാജ്യത്തെ കാണിക്കുന്നു. ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ യെരൂശലേമിന് സിയോൻ എന്ന് പേര് പറയും. ദൈവം സംസാരിക്കുമ്പോൾ ഒരു ഫലമുണ്ടാകും. ദൈവം സിയോനെ മറന്നു കളയത്തില്ല. അന്ന് സിയോനിലുള്ളവർ നീതിമാന്മാരായി തീരും. എന്നാൽ ഇന്ന് നാം നീതിമാന്മാരായി തീർന്നിരിക്കുന്നത് നമ്മുടെ നീതി പ്രവർത്തികൾ കൊണ്ടല്ല. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം വിശ്വസിക്കുന്നവർക്ക് പിതാവായ ദൈവം ക്രിസ്തുവിൻ്റെ നീതി കണക്കിട്ടു. എന്നാൽ പുതിയ യെരൂശലേം എന്ന സിയോനിൽ ജീവിക്കുന്നവരുടെ അനുഭവമാണ് ക്രിസ്തുവിൻ്റെ നീതി. അവർ ക്രിസ്തുവിനോടൊപ്പം നീതിയോടുകൂടെ വാഴും. 2 വാക്യത്തിൽ, ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും. ഇപ്പോൾ ഇസ്രായേലിനോട് സകല രാജ്യങ്ങൾക്കും രാജാക്കന്മാർക്കും എതിർപ്പാണ്. എല്ലാവരും ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. എന്നാൽ 1000 ആണ്ട് വാഴ്ചയിൽ സകല ജാതികളും സകല രാജാക്കന്മാരും ഇസ്രായേലിൻ്റെ നീതിയെയും മഹത്വത്തെയും കാണും. ഈ പുതിയ പേരിനെ കുറിച്ച് താഴെ പറഞ്ഞിട്ടുണ്ട്. 3 വാക്യത്തിൽ പറയുക, യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിൻ്റെ കയ്യിൽ രാജമുടിയും ആയിരിക്കും. സിയോനിലെ ജനം ദൈവത്തിൻ്റെ കയ്യിൽ വിലയേറിയവരായി തീരും. കിരീടവും രാജമുടിയും വളരെ വിലയുള്ളതാണ്. അതുപോലെ ഇസ്രായേൽ ദൈവത്തിന് വിലയേറിയവരായിത്തീരും. 4 വാക്യത്തിൽ, നിന്നെ ഇനി അസൂബ തെക്ത എന്ന് വിളിക്കയില്ല. നിന്റെ ദേശത്തെ ഷെമയാമ ശൂന്യം എന്ന് പറയുകയുമില്ല. നിനക്ക് ഹെഫ്സീബ ഇഷ്ട എന്നും നിന്റെ ദേശത്തിന് ബെയൂല വിവാഹസ്ഥ എന്നും പേർ ആകും. യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ. അപ്പോൾ ഇസ്രായേൽ ജനം മുമ്പ് പാപം ചെയ്ത് ദൈവത്തെ കോപിപ്പിച്ചവരായിരുന്നു. അപ്പോൾ അവർ ദൈവത്താൽ കൈവിടപ്പെട്ടവരായിരുന്നു. ദൈവം ഇസ്രായേൽ ശൂന്യമാക്കിയിരുന്നു. അവരെ ദൈവം തള്ളിയിരുന്നു. എന്നാൽ ഇപ്പോൾ ദൈവം അവരോട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. അവർ ദൈവത്തിൻ്റെ ഇഷ്ടയാണ്, ദൈവത്തിൻ്റെ വിവാഹസ്ഥയാണ്. 5 വാക്യത്തിൽ, നിന്റെ ദേശത്തിന് വിവാഹം കഴിയും. യൗവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്നത് പോലെ നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. അപ്പം ദേശത്തിന് വിവാഹം കഴിയും എന്ന് പറയുമ്പോൾ ഇസ്രായേലിൽ നിന്ന് ചിതറി ദൂരദേശങ്ങളിലൊക്കെ പോയിട്ടുള്ള യഹൂദന്മാരെല്ലാം മടങ്ങി ദേശത്തേക്ക് തന്നെ മടങ്ങി വരും എന്നാണ്. ചിതറിപ്പോയവർ എല്ലാം തങ്ങളുടെ ദേശത്തെ സ്നേഹിച്ച് മടങ്ങി വരും. അപ്പോൾ ദൈവം ഇസ്രായേലിൽ സന്തോഷിക്കും. ഒരു മണവാളൻ തൻ്റെ മണവാട്ടിയിൽ എത്ര അധികമാണ് സന്തോഷിക്കുന്നത്, അത്രയും ദൈവം ഇസ്രായേലിൽ സന്തോഷിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അപ്പോൾ അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ വായിച്ചതുപോലെ യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ രാജമുടിയും ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ. കർത്താവേ യേശുവേ, ഞങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ ദൈവത്തിന് ഹിതമല്ലാത്ത എല്ലാ ജഡത്തിൻ്റെതായ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം കർത്താവ് മാറ്റി ഞങ്ങൾ കർത്താവെ അങ്ങയുടെ ഹൃദയപ്രകാരം ഉള്ള ജീവിതങ്ങളാക്കി ഞങ്ങളെ മാറ്റണേ. കർത്താവേ യേശുവേ, അങ്ങയോട് ചേർന്നിരിക്കുവാൻ പറ്റിയിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണേ.
തരണമേ. അവസാന ശ്വാസം വരെയും കർത്താവെ അങ്ങയുടെ കയ്യിൽ ഭംഗിയുള്ള കിരീടവും അങ്ങയുടെ കരങ്ങളിൽ കയ്യിൽ രാജമുടിയുമായിരിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ കർത്താവ് ചേർത്ത് പിടിക്കണമേ. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.